ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളാണ് നിങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം നിങ്ങൾ കഴിക്കുന്ന ചിലതരം പ്രത്യേക ഭക്ഷണങ്ങളാണ് നിങ്ങളുടെ ആരോഗ്യത്തിനെ തന്നെ നശിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും വളരെ നല്ലതാണെന്ന് വിചാരിച്ച്, വളരെ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് പലതരം ഫുഡ് കോമ്പിനേഷൻസ് നമ്മൾ കഴിക്കാറുണ്ടല്ലേ. ആയുർവേദത്തിലെ ഇത്തരത്തിലുള്ള ചിലതരം കോമ്പിനേഷൻസിനെ വിരുദ്ധാഹാരം എന്നാണ് പറയാ. ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരം നിങ്ങൾ കുറെ നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു വരികയാണെങ്കിൽ ഇത് നിങ്ങളുടെ ദഹനത്തിനെ നന്നായിട്ട് ബാധിക്കാനും മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ചർമ്മ രോഗങ്ങൾ, സന്ധിവേദന, ഇത്തരത്തിലുള്ള പല രോഗങ്ങളും ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പോ ഏതൊക്കെയാണ് ആ ഫുഡ് കോമ്പിനേഷൻസ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഒഴിവാക്കണം എന്ന് ആയുർവേദപരമായിട്ട് നമ്മൾ പറയുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. അപ്പൊ ആദ്യത്തെ ഒരു കോമ്പിനേഷൻ ആണ് പാലും പഴവും. നമ്മളെല്ലാവരും മിൽക്ക് ഷേക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ കുടിക്കാറുണ്ടല്ലേ. ഇതില് പാലിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ ഇതൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കുറച്ചൊരു തണുപ്പുള്ള ഒരു കാര്യമാണ്, ദഹിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പഴത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സെയിം ഇതേപോലെ തന്നെ ഒരു ഗുരു നേച്ചർ, ദഹനത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, ശരീരത്തിലത്തെ കഫത്തിന് കൂട്ടുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോൾ രണ്ടും ദഹിക്കാൻ ബുദ്ധിമുട്ട്. ഈ കാര്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ, നമ്മുടെ ദഹനത്തിന് കുറച്ചൊരു ലോഡ് കൊടുക്കുകയും ദഹനത്തിന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ശരീരത്തില് ഒരു ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്യാനും വളരെയധികം ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഈ കോമ്പിനേഷൻ സ്പെഷ്യലി ഇപ്പൊ നിങ്ങൾക്ക് അലർജിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്, ചുമ, ജലദോഷം, സൈനസൈറ്റിസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പരമാവധി ഒരു കോമ്പിനേഷൻ ഒഴിവാക്കാനായിട്ട് നോക്കുക. സ്പെഷ്യലി നിങ്ങൾ രാത്രി ഇത്തരത്തിലുള്ള മിൽക്ക് ഷേക്ക് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് കോമ്പിനേഷൻ കഴിക്കുകയാണെങ്കിൽ തന്നെ ഒഴിവാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കോമ്പിനേഷൻ ആണ് പാലും സിട്രസ് ഫ്രൂട്ട്സ്. ഈ സിട്രസ് ഫ്രൂട്ട്സിൽ വരുന്നതാണ് പുളിപ്പുള്ള ഫ്രൂട്ട്സ്, ഈ നാരങ്ങ, ഓറഞ്ച്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ പാലിന്റെ ഒരു ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ചൊരു തണുപ്പും അതുപോലെ തന്നെ മധുരമുള്ള ഒരു ക്യാരക്ടറാണ്. ഈ പുളിപ്പുള്ള ഫ്രൂട്ട്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുളിപ്പും അതുപോലെ ചൂടും ആയിട്ടുള്ള ഒരു കാര്യമാണ്. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക, അത് ലോങ് ടേമിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ചാൻസസ് കുറച്ചും കൂടി കൂടുതലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പനീർ ഇല്ലേ, പലരും കഴിച്ചിട്ടുണ്ടാകും. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾ പ്രോട്ടീൻ സോഴ്സിന് എടുക്കുന്ന ഒരു കാര്യമാണ് ഈ പനീർ. ഈ പനീർ ഉണ്ടാക്കുന്നത് പാലില് ഈ ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനേഗർ ഒക്കെ ഒഴിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വല്ലപ്പോഴും മാസത്തിൽ ഒരു വട്ടമൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നിത്യമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ദഹനത്തിനെയും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ചാൻസസ് കുറച്ച് കൂട്ടുന്നത് കൊണ്ട് ഇത് പരമാവധി ഒഴിവാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കും. മൂന്നാമത്തെ ഒരു കോമ്പിനേഷൻ ആണ് പാലും മീനും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇവിടെ മീൻ നോക്കുകയാണെങ്കിൽ ചൂടും പാലും നോക്കുകയാണെങ്കിൽ തണുപ്പ്. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ് ഈ വിരുദ്ധാഹാരം. രക്തത്തിനെ ദൂഷിതമാക്കാനും പതുക്കെ പതുക്കെ ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളില് വെള്ളപ്പാണ്ടില്ലേ, വിട്ടിലിഗോ, ഈ പറയുന്ന കണ്ടീഷൻ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയല്ല. അതുപോലെ നിങ്ങൾക്ക് അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പിഗ്മെന്റേഷൻ, സ്കിന്നിലെ ഡിസ്കളറേഷൻ പോലെയുള്ള കാര്യങ്ങള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും പതുക്കെ പതുക്കെ നിങ്ങൾ എപ്പോഴും ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. എങ്ങനെയാണ് ഇത് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ പല ആളുകൾ ചെയ്യുന്നത് കാണാറുണ്ട്. ഈ ചോറും മീൻകൂട്ടാനൊക്കെ കൂട്ടിയതിന് ശേഷം രാത്രി പാലൊക്കെ കുടിച്ച് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ ഒഴിവാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ ഇതാണ് മൂന്നാമത്തെ ഒരു കോമ്പിനേഷൻ. നാലാമത്തെ ഒരു കോമ്പിനേഷൻ ആണ് ഒട്ടുമിക്ക ആളുകളും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതായത് പാലും ഉപ്പും. കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഈ പാൽ ചായയിൽ ഇപ്പൊ ബിസ്ക്കറ്റ് ഒക്കെ മുക്കി കഴിക്കുകയാണ്, സോൾട്ട് ചീസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് പോലെയുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഒരു വിരുദ്ധാഹാരമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. അതായത് ഈ ഉപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഉഷ്ണ പ്രോപ്പർട്ടിയും കുറച്ചൊരു ഷാർപ്പ് ആയിട്ടുള്ള നേച്ചറാണ്. പാലിനെ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു കാര്യങ്ങള് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയിസൺ ആണ് എന്നല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ പതുക്കെ പതുക്കെ എന്നും ഈ ഒരു ശീലം തുടർന്നു വരികയാണെങ്കിൽ ഇത് നിങ്ങളുടെ രക്തത്തിനെയും അതുപോലെ തന്നെ ചർമ്മത്തിനെയും ദഹനത്തിനെയും എല്ലാത്തിനെയും ബാധിക്കാനുള്ള കുറെ അധികം ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. വല്ലപ്പോഴൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ന് നിങ്ങളൊരു ഈവനിങ് ടൈമിൽ വളരെ ഈസി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്നത് നിങ്ങൾക്കൊരു പോയിസൺ ആയിട്ട് ഫ്യൂച്ചറിൽ മാറിയിരിക്കുകയാണ്. അഞ്ചാമത്തെയാണ് ചൂടാക്കിയിട്ടുള്ള തേൻ. ഈ ചൂടാക്കിയിട്ടുള്ള തേൻ നമ്മൾ ആയുർവേദത്തിൽ വിഷത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുക. തേനിന്റെ ഒരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് ആണ്, മധുര ഗുണമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ ഒരു കാര്യം ചൂടാക്കുന്ന സമയത്ത് അതൊരു ടോക്സിക് ആയിട്ട് മാറുകയും ശരീരത്തിന്റെ ചാനൽസിനെ, സ്രോതസ്സിനെ ബ്ലോക്ക് ചെയ്തിട്ട് മെറ്റബോളിസത്തിന്റെ പ്രശ്നം ഉണ്ടാക്കുക, ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കുക, സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കുക, ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും പതുക്കെ പതുക്കെ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ ഉണ്ടാക്കി എന്ന് വരാം. കൂടുതലും ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ തടി കുറയ്ക്കാനുള്ള പേരിലുണ്ടല്ലോ, രാവിലെ വെറും വയറ്റില് ചൂടുവെള്ളത്തിൽ തേൻ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയിട്ടുള്ള വെള്ളം ചൂടാറിയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ മിക്സ് ചെയ്യാം.
പക്ഷെ ഒരിക്കലും തേൻ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടാക്കാനോ ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കാനോ പാടുള്ള ഒരു കാര്യമല്ല. ആ ഒരു തെറ്റ് നിങ്ങൾ ഒഴിവാക്കുക. ആറാമത്തെ ഒരു തെറ്റ് ചെയ്യുന്നതാണ് ഫ്രൂട്ട്സ് ഹെവി ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ കൂടെ കോമ്പിനേഷൻ ചെയ്ത് കഴിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള മീല് കഴിച്ചു, അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക കഴിച്ചു, അതിന്റെ മുകളിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കൊണ്ടിട്ടു. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ദഹിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഹെവി ആയിട്ടുള്ള ഭക്ഷണത്തിന് കുറച്ച് സമയം എടുക്കും ദഹിക്കാനായിട്ട്. അപ്പോ നിങ്ങൾ മുകളിൽ ആദ്യം ഫ്രൂട്ട്സ് കൊണ്ടിട്ടപ്പോ അത് പെട്ടെന്ന് ദഹിച്ചു. അപ്പൊ മുകളിലുള്ള ഫ്രൂട്ട്സ് ദഹിച്ചു, അടിയിലുള്ള ഭക്ഷണം ഇപ്പോഴും ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഫെർമെന്റേഷൻ ആയിട്ട് അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾ, ഗ്യാസ് പോലെയുള്ള കാര്യങ്ങൾ, ഇൻഡൈജഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള വളരെയധികം കാരണമാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ ഒരു തെറ്റ് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. ഫ്രൂട്ട്സ് എപ്പോഴും നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ ഒരു ഈവനിങ് സമയത്ത് ഒരു 3 മണി 4 മണി സമയത്തൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഒരിക്കലും ഭക്ഷണം കഴിച്ചതിന്റെ തൊട്ട് മുകളിലായിട്ട് കഴിക്കരുത്. അതുപോലെ രാത്രി ലേറ്റ് ആയിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫുഡ് കോമ്പിനേഷൻസ്. നിങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആയുർവേദം പറയുന്നുണ്ടല്ലോ, എല്ലാ ഭക്ഷണത്തിനും അതിൻ്റെതായിട്ടുള്ള രസം, ഗുണം, എഫക്ട്, ദഹിക്കാനുള്ള സമയം എല്ലാത്തിനും വേറെ വേറെയാണ്. അപ്പൊ അതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കുക? നമ്മുടെ അഗ്നി കുറയും. അഗ്നി കുറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ദഹിക്കില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ ദഹിക്കാത്ത ഭക്ഷണത്തിൽ നിന്ന് അത് ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ടോക്സിൻസ് പതുക്കെ പതുക്കെ, ഒരു ദിവസം കൊണ്ടല്ല, പതുക്കെ പതുക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്ത് തരം കാര്യങ്ങളാണെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കി എന്ന് വരാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എത്രത്തോളം ഹെൽത്തി ആണെന്ന്. ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്ന പേര് മാത്രം പോരാ, നമ്മൾ ചൂസ് ചെയ്യുന്ന ഫുഡിന്റെ കോമ്പിനേഷൻസും വളരെ ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോ എഗെയിൻ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവയെല്ലാം ഒരു ദിവസം ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ലോങ് ടേമിൽ ഒരു 2-3 മാസം അടുപ്പിച്ച് ചെയ്തു എന്ന് വരികയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും കണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ ഒരു തെറ്റുകൾ ചെയ്യാതിരിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.